നമസ്കാരം. 9am ന്യൂസ് ആരംഭിക്കുകയാണ്. ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടിക ഇന്ന്. പ്രമുഖ നേതാക്കൾ പട്ടികയിലില്ലെങ്കിൽ പൊട്ടിത്തെറി ഉറപ്പാണ്. ആറ്റിങ്ങലിൽ കെ സുരേന്ദ്രനും അൽഫോൺസ് കണ്ണന്താനം കൊല്ലത്തും പരിഗണിക്കപ്പെടുന്നു. പത്തനംതിട്ട കിട്ടാത്തതിൽ ഇരുവരും കടുത്ത പ്രതിഷേധത്തിലാണ്. സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ച പട്ടിക ഗ്രൂപ്പ് വ്യക്തി താൽപര്യങ്ങൾ പരിഗണിച്ചാണെന്ന വിമർശനവും ശക്തമാണ്. പത്തനംതിട്ട സീറ്റിനായി പിടിവലി. ഇഷ്ട സീറ്റില്ലെങ്കിൽ മത്സരിക്കില്ലെന്ന് നേതാക്കളുടെ കടുംപിടുത്തം. പാർട്ടിയിൽ പൊട്ടിത്തെറി ഉണ്ടാകാൻ വഴിയൊരുക്കുന്ന ആശങ്കകൾ സജീവമായി തുടരവെയാണ് സ്ഥാനാർത്ഥി പട്ടിക വരാനിരിക്കുന്നത്. അൽഫോൺസ് കണ്ണന്താനത്തിനും കെ സുരേന്ദ്രനും പത്തനംതിട്ട സീറ്റിലാണ് കണ്ണ്. എന്നാൽ ഇരുവരും യഥാക്രമം കൊല്ലം, ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളിലേക്കാണ് പരിഗണിക്കപ്പെടുന്നത്. പത്തനംതിട്ടയിൽ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയ്ക്കാണ് മേൽക്കൈ. തൃശൂരിന് പിന്നാലെ പത്തനംതിട്ടയും കിട്ടില്ലെന്നായതോടെ കടുത്ത പ്രതിഷേധത്തിലാണ് കെ സുരേന്ദ്രൻ. രണ്ടിൽ ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ മത്സരിക്കാനില്ലെന്ന് സുരേന്ദ്രൻ വ്യക്തമാക്കി കഴിഞ്ഞു. പത്തനംതിട്ടയില്ലെങ്കിൽ മത്സരിക്കില്ലെന്ന് അൽഫോൺസ് കണ്ണന്താനം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ കെ സുരേന്ദ്രന്റെ കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ തള്ളാനാവില്ല. തൃശൂരിൽ BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും. ഗ്രൂപ്പ് വ്യക്തി താൽപര്യങ്ങൾ പരിഗണിച്ചുള്ളതാണ് കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വം നൽകിയ പട്ടിക. എറണാകുളത്ത് ടോം വടക്കനെ പരിഗണിച്ച് ചാലക്കുടിയിൽ AN രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചേക്കും. ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശോഭാ സുരേന്ദ്രൻ, MT രമേശ് എന്നിവരും പട്ടികയിലുണ്ടായേക്കില്ല. ഇഷ്ട സീറ്റ് കിട്ടാത്തതിലെ പ്രതിഷേധത്തിലാണ് ശോഭാ സുരേന്ദ്രനും MT രമേശും. കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വം നൽകിയ പട്ടിക പാർലമെന്ററി ബോർഡ് പരിശോധിക്കും. തുടർന്നാണ് പ്രഖ്യാപനമുണ്ടാവുക. ന്യൂസ് ബ്യൂറോ, ദില്ലി. വടകരയിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാതെ വലഞ്ഞു കോൺഗ്രസ്. മത്സരിക്കില്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചതോടെ സ്ഥാനാർത്ഥി നിർണയം വൈകും. ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനെതിരെ മലബാർ മേഖലയിലെ UDF സ്ഥാനാർത്ഥികൾ രംഗത്ത് എത്തിയതോടെ ഹൈക്കമാൻഡ് പ്രതിസന്ധിയിലായി. സ്ഥാനാർത്ഥി നിർണയ ചർച്ച ഇന്നും തുടരും. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, ഇന്നെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകേണ്ട സാധ്യതയും വളരെ കുറവാണ്. കാരണം ഇന്നലെ രാത്രിയോടുകൂടി വടകര സീറ്റ് സംബന്ധിച്ച തർക്കം വളരെ രൂക്ഷമായി. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കണം എന്ന ആവശ്യം, പക്ഷെ അദ്ദേഹം നേരത്തെ തന്നെ മത്സരിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്താനുള്ള ശ്രമം ഇന്നലെ രാത്രിയോടുകൂടി നടന്നു. അപ്പോൾ ഇന്ന് രാവിലെയും ഇന്നും ഇതുമായി ബന്ധപ്പെട്ട മുഗൾ വാസനിക്കുമായി ചർച്ച തുടരും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്തായാലും ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ACC നേതൃത്വവുമായി ചർച്ച നടത്തേണ്ടി വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. സാങ്കേതികമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് വടകരയിൽ മത്സരിക്കണം എന്ന സമ്മർദ്ദത്തെ തുടർന്നാണ് ഇന്നലെ പോകാനിരുന്ന മുല്ലപ്പള്ളി യാത്ര ക്യാൻസൽ ചെയ്ത് ഡൽഹിയിൽ തന്നെ തുടരുന്നത്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കേരളത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മുല്ലപ്പള്ളി പക്ഷെ ഇപ്പോഴും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അദ്ദേഹം കണ്ടെത്തിയ സ്ഥാനാർത്ഥിക്കാകട്ടെ എതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുല്ലപ്പള്ളി അല്ലാതെ മറ്റാരായാലും ദുർബലരാണ് എന്ന പ്രചരണവും ശക്തമാണ്. അതുകൊണ്ട് അത്തരം ഒരു സമ്മർദ്ദം എങ്ങനെ അതിജീവിക്കും, എന്നാൽ മാത്രമേ ഒരു തീരുമാനമുണ്ടാകൂ. ഇന്ന് വൈകുന്നേരം കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. മറ്റ് 5 സംസ്ഥാനങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് അന്തിമ രൂപം നൽകാനാണ്. അപ്പൊ അതോടൊപ്പം തന്നെ ഈ 4 സീറ്റുകളിലേക്കുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്ന് നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലുള്ള ഒരു വടകരയിലെ പ്രശ്നത്തിന്റെ സാഹചര്യത്തിൽ ഇന്നും ചിലപ്പോൾ അതുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രിയ സന്തോഷ്, ഇന്നും രാഹുൽ ഗാന്ധിയുടെ ഒരു തീരുമാനമാണ് ഇനി അന്തിമമായി ലഭിക്കാനുള്ളത്. മുല്ലപ്പള്ളിയോട് ഹൈക്കമാൻഡ് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും മുല്ലപ്പള്ളി തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് മുല്ലപ്പള്ളിയുമായി രാഹുൽ ഗാന്ധി നേരിട്ടൊരു ചർച്ച വീണ്ടും നടത്താനുള്ള സാധ്യതയുണ്ടോ ഉടൻ തന്നെ? കാരണം ഇന്നലെ ബാംഗ്ലൂരിലായിരുന്നു രാഹുൽ ഗാന്ധി. ഇന്നൊരു തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? രാഹുൽ ദില്ലിയിൽ തന്നെയല്ലേ ഉള്ളത്? പ്രിയ, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ 4 സീറ്റുകളിൽ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ മതി. അതായത് രാഹുൽ ഗാന്ധി സ്വന്തം തീരുമാനം എടുത്താൽ മതി. അതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന ഒരു ധാരണ. ഏതെങ്കിലും തരത്തിൽ മറ്റു തെരഞ്ഞെടുപ്പ് സമിതിയോ സ്ക്രീനിംഗ് കമ്മിറ്റിയോ ചേരേണ്ടതില്ല. അപ്പോൾ ഈ 4 എണ്ണത്തിൽ 3 സീറ്റിൽ ഒരു ഏകദേശ ധാരണ. വലിയ തർക്കമുണ്ടായ വയനാട് സീറ്റ് A ഗ്രൂപ്പിന്റെ സമ്മർദ്ദത്തിനൊടുവിൽ I ഗ്രൂപ്പ് വിട്ടുകൊടുക്കാൻ സമ്മതിച്ചു. പിന്നെ ഉള്ളത് വടകര. അവിടെ ഒരു സ്ഥാനാർത്ഥി പോലുമില്ല. വയനാട് സീറ്റിന് വേണ്ടി തർക്കം കൂടിയ കോൺഗ്രസ് വടകരയിൽ സീറ്റിന് വേണ്ടി ഒരാൾ പോലെ മത്സരരംഗത്ത് ഇറക്കാതെ ഗ്രൂപ്പുകൾ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇനി രാഹുൽ ഗാന്ധി സ്വന്തം തീരുമാനം എടുത്താൽ മതി. ഇപ്പോൾ ഈ നൽകിയിരിക്കുന്ന ഒരു പ്രാഥമിക ലിസ്റ്റ് ഉണ്ട് 4 മണ്ഡലങ്ങൾ. അതിൽ നിന്ന് തീരുമാനമെടുക്കും. ഇപ്പോൾ ഈ മുല്ലപ്പള്ളി തന്നെ വേണം എന്ന ആവശ്യമുള്ളതുകൊണ്ട് ഇന്നലെ മുഗൾ വാസിക് മുല്ലപ്പള്ളി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഇനി രാഹുൽ ഗാന്ധി നേരിട്ട് സംസാരിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ സമ്മർദ്ദം ശക്തമായാൽ ചിലപ്പോൾ മുല്ലപ്പള്ളിയെ രാഹുൽ ഗാന്ധി വിളിപ്പിച്ചേക്കും.
ശരി, വടകരയിൽ എന്തായാലും സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാതെ കോൺഗ്രസ് വളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. മത്സരിക്കില്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചതോടെ സ്ഥാനാർത്ഥി നിർണയം വൈകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നും ചർച്ചകൾ നടക്കുമെന്ന് കരുതാം. ഇന്നെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം VM സുധീരനെ പരിഹസിച്ച് AP അബ്ദുള്ളക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. സതീശൻ പാച്ചേനിയെ ഒറ്റ രാത്രി കൊണ്ട് ഗ്രൂപ്പിലേക്ക് മാമോദിസ മുക്കിയ സുധീരൻ ഗ്രൂപ്പ് മുതലാളിമാരെ വിമർശിക്കേണ്ടെന്നായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയുള്ള പരിഹാസം. സന്തോഷ് ആയിരുന്നു വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും. കണ്ണൂർ, എന്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? പ്രിയ, KPCCയുടെ മുൻ അധ്യക്ഷനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ VM സുധീരനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടുമുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് AP അബ്ദുള്ളക്കുട്ടി പങ്കുവച്ചിരിക്കുന്നത്. ഈ പോസ്റ്റ് സുധീരനെ പരിഹസിക്കുന്നതും വിമർശിക്കുന്നതുമാണ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് തമ്മിലടിയെ KPCC മുൻ അധ്യക്ഷൻ VM സുധീരൻ വിമർശിച്ചിരുന്നു. നിലവിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ് തർക്കങ്ങളെയാണ് സുധീരൻ വിമർശിച്ചത്. ഈ വിമർശനത്തിനെതിരെയാണ് ഇപ്പോൾ AP അബ്ദുള്ളക്കുട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. ഗ്രൂപ്പിന്റെ കാര്യത്തിൽ സുധീരന് കൂടുതൽ പറയാൻ അവകാശമില്ല എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണിത്. ഒറ്റ രാത്രി കൊണ്ട് സതീശൻ പാച്ചേനിയെ ഗ്രൂപ്പ് മാറ്റിയ സുധീരൻ ഗ്രൂപ്പ് മുതലാളിമാരെ വിമർശിക്കേണ്ടതില്ല എന്നാണ് അബ്ദുള്ളക്കുട്ടിയുടെ പോസ്റ്റ്. നേരത്തെ എ ഗ്രൂപ്പിന്റെ സജീവ നേതാവായിരുന്ന സതീശൻ പാച്ചേനിയെ VM സുധീരൻ ഗ്രൂപ്പിലേക്ക് മാറ്റിയിരുന്നു. ഇതിനെ വിമർശിച്ചുകൊണ്ടാണ് അബ്ദുള്ളക്കുട്ടി ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ പോസ്റ്റിന് താഴെ കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായിട്ടുള്ള വാക്കേറ്റമാണ് ഇപ്പോൾ നടക്കുന്നത്. കോൺഗ്രസിന്റെ യുവ MLA ആയിട്ടുള്ള VT ബൽറാം ഈ അബ്ദുള്ളക്കുട്ടിയെ പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് ഇത് അനവസരത്തിലുള്ള പോസ്റ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ നിരവധി യുവ നേതാക്കളും പ്രവർത്തകരും ഇരുഭാഗത്തും അണിനിരന്നുകൊണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴി വലിയ രൂക്ഷമായ തമ്മിലടിയാണ് ഇപ്പോൾ നടക്കുന്നത്. അബ്ദുള്ളക്കുട്ടി മദ്യപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ ഇടരുത് എന്നാണ് ചില യുവ നേതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ AI ഗ്രൂപ്പുകൾ തമ്മിൽ ശക്തമായ മത്സരം നിലനിൽക്കുന്ന സാഹചര്യത്തിലും അതേസമയം തന്നെ ഈ ഗ്രൂപ്പ് ആധിപത്യത്തെ VM സുധീരൻ വിമർശിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അബ്ദുള്ളക്കുട്ടിയുടെ ഇത്തരത്തിലുള്ള ഒരു ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിലെ നിലവിലെ രൂക്ഷമായിട്ടുള്ള തമ്മിലടി കൂടുതൽ സമൂഹ മാധ്യമങ്ങൾ വഴി തമ്മിലടിയുടെ രൂക്ഷത വർദ്ധിപ്പിക്കാൻ അബ്ദുള്ളക്കുട്ടിയുടെ പോസ്റ്റ് ഇപ്പോൾ ഇടയാക്കിയിട്ടുണ്ട്. പ്രിയ, VM സുധീരനെ പരിഹസിച്ച AP അബ്ദുള്ളക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുകയാണ്. സതീശൻ പാച്ചേനെ ഒറ്റ രാത്രി കൊണ്ട് ഗ്രൂപ്പിലേക്ക് മാമോദിസ മുക്കിയ സുധീരൻ ഗ്രൂപ്പ് മുതലാളിമാരെ വിമർശിക്കേണ്ടെന്നായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയുള്ള പരിഹാസം. ഇതിനെതിരെ VT ബൽറാം ഉൾപ്പെടെയുള്ളവർ രംഗത്തുമെത്തിയിട്ടുണ്ട്. ഇതിന്റെ വിവരങ്ങളാണ് സന്തോഷം നൽകിയത്. തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ മത്സരിച്ചാൽ എതിർത്ത് തോൽപ്പിക്കുമെന്ന് BDJS ഡെമോക്രാറ്റിക് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിജയസാധ്യതയുള്ള മുന്നണിക്ക് വോട്ട് ചെയ്യുമെന്ന് BDJS ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. BDJS പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്നും തുഷാർ വെള്ളാപ്പള്ളി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ തോൽപ്പിക്കാൻ എന്ത് മാർഗവും സ്വീകരിക്കുമെന്നും BDJS ഡെമോക്രാറ്റിക് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങളൊരു ചലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് തുഷാറിനെ പരമാവധി തോൽപ്പിക്കാൻ വേണ്ടി അവിടെ ആര് ജയിക്കും എന്നുള്ളത് മനസ്സിലാക്കിയവരെ സഹായിക്കാൻ വേണ്ടിയാണ് തീരുമാനം. ഇവരാർക്കും BDJSന്റെ ബൈല കണ്ടിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും BDJSന്റെ ഭാരവാഹികളാണ് ഈ കാരണം അതിന്റെ ബൈലയും കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. ആര് മുഖം കറുപ്പിച്ച് സംസാരിക്കുന്നു, ആര് ചോദ്യം ചോദിക്കുന്നു, അവൻ വെളിയിൽ പോകും. ഇത് SNDP യോഗത്തിൽ നടന്നു വരുന്ന ഒരു ചിട്ടവട്ടമാണ്. അതേ ചിട്ടവട്ടം തന്നെയാണ് BDJS നടന്നു വന്നത്. അതുകൊണ്ടാണ് BDJSൽ വന്ന മറ്റ് സമുദായ സംഘടനകളെല്ലാം BDJSനെ വിട്ടുപോയി. അക്കീരമൺ ഭട്ടതിരി, കാളിദാസ ഭട്ടതിരിപ്പാട് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇന്ന് പുറത്തുപോയെന്നാണ് ഒറ്റുകൊണ്ടിരിക്കുകയാണ്. BDJSൽ കുടുംബവാഴ്ചയാണുള്ളത്. പാർട്ടിക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് പോലും സംശയമുണ്ട്. പാർട്ടിയുടെ ഭരണഘടന നേതാക്കൾ പോലും കണ്ടിട്ടില്ല. BDJSനുള്ളിൽ ജനാധിപത്യം നഷ്ടപ്പെട്ടതിനാലാണ് പുതിയ പാർട്ടിക്ക് രൂപം നൽകിയതെന്ന് BDJS ഡെമോക്രാറ്റിക് ചെയർമാൻ ചൂടാൽ G നിർമ്മലൻ, ജനറൽ കൺവീനർ താന്നിമൂട് സുധീന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗോവയിൽ ഡോക്ടർ പ്രമോദ് സാവന്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഒരു ദിവസം നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിലാണ് ഗോവയിൽ ചിത്രം വ്യക്തമായത്. പ്രമോദ് സാവന്തിനെ തീരുമാനിച്ചതിന് ശേഷവും ഘടകകക്ഷികളുടെ അവകാശവാദങ്ങൾ നടപടികൾ വീണ്ടും വൈകിപ്പിച്ചു. പരീക്കർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സ്പീക്കറായിരുന്നു പ്രമോദ് സാവന്ത്. ചാഞ്ചാടി നിൽക്കുന്ന ഗോവ രാഷ്ട്രീയത്തിന്റെ അമരത്തെ എത്തുമ്പോൾ ഈ യുവ നേതാവിന് മുന്നിൽ വെല്ലുവിളികൾ നിരവധിയാണ്.
ഹൈബി ഈഡന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്ന കെ.വി. തോമസ് നേതൃത്വം ഇടപെട്ട് അനുനയിപ്പിച്ച് കെ.വി. തോമസിന്റെ പ്രതിഷേധം ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന സൂചനയാണ് കൺവെൻഷനിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലൂടെ തെളിയുന്നത്. ഉദ്ഘാടകനായി രമേശ് ചെന്നിത്തലയാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും സ്ഥാനാർത്ഥി നിർണയ തർക്കം തുടരുന്നതിനാൽ കെ. മുരളീധരനാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. എറണാകുളത്ത് നടന്ന ഹൈബി ഈഡന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ UDF-ലെ ഒട്ടുമിക്ക നേതാക്കൾ പങ്കെടുത്തെങ്കിലും കെ.വി. തോമസ് പങ്കെടുത്തില്ല. നിരവധി തവണ എറണാകുളം മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്താൽ തന്നെ ഇക്കുറി മാറ്റിയതിലുള്ള പ്രതിഷേധമാണ് കെ.വി. തോമസിന്റെ അസാന്നിധ്യം വ്യക്തമാക്കുന്നത്. ജില്ലയിലെ കോൺഗ്രസ് MLA-മാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് നേതൃത്വം ഇത്തവണ കെ.വി. തോമസിന് സീറ്റ് നിഷേധിച്ചത്. ഹൈബി ഈഡന് പിന്തുണ നൽകുമെന്ന് കെ.വി. തോമസ് പ്രഖ്യാപിച്ചെങ്കിലും കൺവെൻഷനിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നത് കോൺഗ്രസിന് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ മുൻപ് തീരുമാനിച്ചിരുന്നതെങ്കിലും ദില്ലിയിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങൾ തുടരുന്നതിനാൽ മുരളീധരനെ ഉദ്ഘാടകനാക്കുകയായിരുന്നു. സ്മൃതി ഇറാനിയോട് പ്രധാനമന്ത്രിക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഈ വേദിയിൽ പറയുന്നില്ല. ഇത്രയും അല്പനായ ഒരു പ്രധാനമന്ത്രി, ഞാൻ ആ വാചകം അടിവരയിട്ട് പറയുന്നു, ഇത്രയും അല്പനായ പ്രധാനമന്ത്രി കള്ളത്താടി. ഈ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് അപമാനം. ഇതിനിടെ ദില്ലിയിൽ നടന്ന സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങളെ തുടർന്ന് അതൃപ്തിയോടെ കൊച്ചിയിലെത്തിയ ചെന്നിത്തല കൺവെൻഷനിൽ പങ്കെടുക്കാതെ പൊന്നാനിയിലേക്ക് തിരിച്ചു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാനും ചെന്നിത്തല തയ്യാറായില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വടകരയെ ഇളക്കിമറിച്ച് LDF സ്ഥാനാർത്ഥി P. ജയരാജന്റെ പര്യടനം തുടരുന്നു. ഓരോ കേന്ദ്രങ്ങളിലും നിരവധി പേരാണ് പ്രിയ സ്ഥാനാർത്ഥിയെ വരവേൽക്കാൻ എത്തുന്നത്. വടകര മണ്ഡലത്തിൽ ആവേശത്തിരയിളക്കിയാണ് P. ജയരാജന്റെ സ്ഥാനാർത്ഥി പര്യടനം തുടരുന്നത്. ബാൻമേളകളുടെയും മുദ്രാവാക്യം വിളികളോടെയുമാണ് ഓരോ കേന്ദ്രത്തിലും വോട്ടർമാർ സ്ഥാനാർത്ഥിയെ വരവേൽക്കുന്നത്. വിവിധ കോളേജുകൾ സന്ദർശിക്കാനെത്തിയപ്പോൾ കന്നി വോട്ടർമാർ ഉൾപ്പെടെയുള്ള പുതുതലമുറയുടെ ആവേശകരമായ വരവേൽപ്പ്. പെൺകുട്ടികളും ആൺകുട്ടികളും പ്രിയ നേതാവിനൊപ്പം സെൽഫിക്കായി മത്സരം. കന്നി വോട്ടർമാർ അവർ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് രാജ്യം അപകടത്തിൽ. ആ അപകടത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാനുള്ള കന്നി വോട്ടർമാരുടെ ആഗ്രഹം ഈ പര്യടന വേളയിലൊക്കെ തന്നെ ബോധ്യമായിട്ടുണ്ട്. അത്തരമൊരു ശക്തമായിട്ടുള്ള ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു കൊടുങ്കാറ്റാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ അലയടിക്കാൻ വേണ്ടി പോകുന്നത്. അത് വരുമ്പോൾ ഇടതുപക്ഷ വിരുദ്ധന്മാർ പലതരത്തിലുള്ള കോപ്രായങ്ങളും കാണിക്കും, അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കാൻ ശ്രമിക്കും. വൈകിട്ട് വൻ ജനസഞ്ചയത്തിന്റെ അകമ്പടിയോടെ നഗരത്തെ ഇളക്കിമറിച്ച റോഡ് ഷോയും. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ കടത്തനാടൻ മണ്ണ് P. ജയരാജന് ആവേശോജ്വലമായ സ്വീകരണമാണ്, വരവേൽപ്പാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വടകരയിൽ നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. UDF സ്ഥാനാർത്ഥി കൂടി രംഗത്ത് വന്നതോടെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂടേറി. സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്വീകരണ യോഗത്തിൽ നിന്ന് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് സുബ്ബയ്യ റായ് വിട്ടുനിന്നത് UDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കത്തിൽ കല്ലുകടിയായി. BJP സ്ഥാനാർത്ഥി കൂടി രംഗത്ത് വരുന്നതോടെ മാത്രമേ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാവുകയുള്ളൂ. LDF സ്ഥാനാർത്ഥി KP സതീഷ്ചന്ദ്രൻ പ്രചാരണത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാസർകോട്ടെ രംഗപ്രവേശം. ഉണ്ണിത്താന് UDF പ്രവർത്തകർ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വരവേൽപ്പ് നൽകി. തുടർന്ന് കാസർഗോഡ് DCC-യിലും സ്വീകരണം നൽകി. എന്നാൽ സ്വീകരണ പരിപാടികളിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രമുഖനായിരുന്ന അഡ്വക്കേറ്റ് B. സുബ്ബയ്യ റായ് വിട്ടുനിന്നു. സുബ്ബയ്യ റായിയുടെ പൂർണ്ണ പിന്തുണ താൻ പ്രതീക്ഷിക്കുന്നതായി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. മനസ്സുകൊണ്ട് പോലും അയാൾ കോൺഗ്രസിനെതിരെ ചിന്തിക്കില്ല. പക്ഷേ നമ്മുടെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് അസ്വസ്ഥതയുണ്ട്, അസംതൃപ്തിയുണ്ട്. ഞാനൊരിക്കലും കാസർഗോഡ് സീറ്റ് ചോദിച്ചിട്ടില്ല, ഞാനൊരിക്കലും ഇവിടെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ആവശ്യപ്പെട്ട സീറ്റ് ഇവിടെ എങ്ങുമല്ല. CPIM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരായ ജനവികാരം കാസർഗോഡ് തനിക്ക് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഉണ്ണിത്താൻ പറഞ്ഞു. കല്യോട്ട്, ബന്തെടുക്ക, ചീമേനി എന്നിവിടങ്ങളിലായിരുന്നു ഉണ്ണിത്താന്റെ ആദ്യ ദിവസത്തെ പര്യടനം. രാഷ്ട്രീയ എതിരാളികളുടെ അക്രമത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തകരെ നഷ്ടപ്പെട്ട പാർട്ടി CPIM ആണെന്ന് LDF സ്ഥാനാർത്ഥി KP സതീഷ്ചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. ഏറ്റവും കൂടുതൽ അക്രമത്തിന് ഇരയായ പാർട്ടിയാണ് CPIM. കാസർഗോഡ് ജില്ലയിൽ മാത്രം 37
CPM-ന്റെ പ്രവർത്തകന്മാർ രാഷ്ട്രീയ എതിരാളികളുടെ അക്രമത്തിൽ കൊലയപ്പെട്ടിരുന്നു. സീമേനിൽ 5 പേരെയാണ് തീവച്ച് കൊന്നത്. അതുകൊണ്ട് അക്രമ രാഷ്ട്രീയത്തിനെതിരായ UDF സ്ഥാനാർത്ഥിയുടെയോ കോൺഗ്രസിന്റെയോ മുതലക്കണ്ണീർ ജനങ്ങൾ മുഖവിലക്കെടുക്കില്ല. LDF-ന് പുറത്തുള്ള ബഹുജനങ്ങളുടെ പിന്തുണ പോലും ഇത്തവണ തങ്ങൾക്ക് ലഭിക്കുമെന്ന് സതീഷ് ചന്ദ്രൻ പറഞ്ഞു. ഉദുമ നിയമസഭാ മണ്ഡലത്തിൽ സതീഷ് ചന്ദ്രന് ഗംഭീര വരവേൽപ്പാണ് ലഭിച്ചത്. ബേഡകത്തെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ P. ഗോപാലൻ മാസ്റ്ററെ കുറ്റിക്കോലിലെ വസതിയിലെത്തി KP സതീഷ് ചന്ദ്രൻ സന്ദർശിച്ചു. ഇന്ന് കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലത്തിലാണ് സതീഷ് ചന്ദ്രന്റെ പര്യടനം. UDF സ്ഥാനാർത്ഥിയായി രാജ്മോഹൻ ഉണ്ണിത്താനം പ്രചാരണ രംഗത്തിറങ്ങിയതോടെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ചിത്രം തെളിഞ്ഞു. KP സതീഷ് ചന്ദ്രനും രാജ്മോഹൻ ഉണ്ണിത്താനും ഇനി മുഖാമുഖം പോരാട്ടം. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊഴുപ്പേകാൻ പാരഡി ഗാനങ്ങൾ എത്തിത്തുടങ്ങി. ഇടുക്കി മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ വോട്ട് അഭ്യർത്ഥിച്ചുള്ള ഗാനങ്ങൾ പുറത്തിറങ്ങി. ഹിറ്റ് പാട്ടുകൾക്ക് പാരടിയൊരുക്കി സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് മിഴിവേകുകയാണ് തൊടുപുഴ വണ്ണപ്പുറം സ്വദേശി കരീമും സുഹൃത്തുക്കളും. ഇന്നാട്ടിൽ മലമേട്ടിൽ നാം മുന്നേറ്റത്തിൻ തേരിൽ വീണ്ടും വോട്ടേകും ഈ ജോയിസ് ജോർജിനായി. നാടെങ്ങും കാണും മുന്നേറ്റം, നേട്ടത്തിൻ താരത്തിളക്കം. വീണ്ടും ജോയിസ് ജോർജിനായി വോട്ടേകും നാം ഒന്നായി. ഇന്നാട്ടിലെങ്ങും സന്തോഷം, വിജയത്തിലകം, മുന്നേറ്റത്തിലകം, വിജയത്തിലകം. സിനിമ, നാടക ഗാനങ്ങൾ, നാടൻ പാട്ടുകൾ, മാപ്പിളപ്പാട്ടുകൾ എന്നിങ്ങനെ വിവിധ പാട്ടുകൾക്കാണ് ഇവർ പാരഡി ഒരുക്കുന്നത്. 15 വർഷമായി പാരഡി ഗാനങ്ങൾ തയ്യാറാക്കുന്ന കരീമിനും സുഹൃത്ത് നജീബിനും ഇത്തവണയും തിരക്കാണ്. വർക്ക് നമുക്ക് കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങൾക്ക് ആദ്യം കൈനീട്ടം വർക്ക് വന്നത് കണ്ണൂർ ജില്ലയിൽ നിന്ന്. അപ്പോൾ ഈ തവണ ഞങ്ങൾക്ക് ഇപ്പൊ ആദ്യം വർക്ക് വന്നത് സ്വന്തം മണ്ഡലമായ ഇടുക്കി മണ്ഡലത്തിലെ ജോയിസ് ജോർജിന്റെ വർക്കാണ് നമുക്ക് ഈ തവണ ആദ്യം കിട്ടിയത്. പക്ഷെ പലരും വിളിച്ചു, വർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം മലപ്പുറം ജില്ലയിൽ നിന്ന് 2-3 പേര് വരും എന്ന് പറഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ നിന്ന് വിളിച്ചായിരുന്നു. UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും ഇവർ പാട്ടൊരുക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതിനാൽ പാട്ടുകൾ തയ്യാറാകുന്നതേയുള്ളൂ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ LDF കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഇടത് തരംഗമാണെന്നും പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജ് വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നും KJ തോമസ് പറഞ്ഞു. ചടങ്ങിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K. അനന്തഗോപൻ, CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, MLA-മാരായ രാജു എബ്രഹാം, മാത്യു T. തോമസ് തുടങ്ങിയവരും സന്നിഹിതരായി. പത്തനംതിട്ട പ്രേമാടം പഞ്ചായത്തിലെ കുടിവെള്ള വിതരണം സ്ഥിരമായി മുടങ്ങുന്നതായി ആരോപിച്ച് നാട്ടുകാർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. കുടിവെള്ളക്ഷാമത്തിന് അടിയന്തരമായി പരിഹാരം കാണാമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് നാട്ടുകാർ ഉപരോധം അവസാനിപ്പിച്ചത്. പത്തനംതിട്ട പ്രമാടം ഗ്രാമപഞ്ചായത്തിലെ 1-19 വാർഡുകളിൽ ഉൾപ്പെട്ട പുളി ജംഗ്ഷൻ പ്രദേശത്ത് സ്ഥിരമായി കുടിവെള്ള വിതരണം മുടങ്ങുന്നതായി ആരോപിച്ചാണ് ഇടത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഓഫീസിൽ ഉപരോധിച്ചത്. പ്രദേശത്ത് വേനൽ ആരംഭിക്കുന്നതോടെ വാട്ടർ അതോറിറ്റി വിവിധ കാരണങ്ങൾ പറഞ്ഞ് കുടിവെള്ളം മുടക്കുന്നത് പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. വാൽവ് ഓപ്പറേറ്ററും കരാറുകാരും കുടിവെള്ള കച്ചവടക്കാരുമായി ഒത്തുകളിക്കുന്നതാണ് ഇവിടെ കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണമെന്ന് പ്രദേശവാസിയായ തങ്കമണിയമ്മ ആരോപിച്ചു. വെള്ളം അടിക്കുന്നവരും ഈ വാൽവ് ഓപ്പറേറ്റർമാരുള്ള കൂലിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് അതിൻ്റെ വെള്ളം കിട്ടാതായിട്ട് മാസങ്ങളായി ഞങ്ങൾ വീട്ടിലെ മനുഷ്യരും പ്രായമായവരും എല്ലാവരും കൊണ്ട് ഞങ്ങൾ വെള്ളത്തിന് വേണ്ടി അടുത്തുള്ള കിണറ്റിൽ പോയി ആ കിണറ്റിൽ വെള്ളമെല്ലാം പറ്റി. വൻ വില കൊടുത്ത് വെള്ളം വാങ്ങേണ്ട അവസ്ഥയാണ് പ്രദേശത്തുള്ളതെന്നും സ്വകാര്യ വ്യക്തികൾ കിണറുകളിലേക്കും മറ്റും പൈപ്പിട്ട് വെള്ളം ഒഴുക്കുന്നതും ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാതാവാൻ കാരണമാകുന്നുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. 500 രൂപയ്ക്കൊക്കെ വെള്ളം വാങ്ങിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസം മാത്രമാണ് വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നത്. വാൽവ് ഓപ്പറേറ്ററെ പറ്റിയും വാട്ടർ അതോറിറ്റിയുടെ മെയിന്റനൻസ് കരാറുകാരെ പറ്റിയാണ് ഏറെ പരാതികൾ ഉയർന്നത്. പരാതികൾ ഉടൻ പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകിയതോടെയാണ് നാട്ടുകാർ ഉപരോധം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള കാശ് നൽകിയാണ് എ. പ്രദീപ് കുമാറിനോട് തൊഴിലാളി സംഘടനകൾ തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിച്ചത്. തൊഴിലാളി സ്നേഹമാണ് തന്റെ ആത്മവിശ്വാസത്തിനും പ്രസ്ഥാനത്തിനും കരുത്തേകുന്നതെന്ന് എ. പ്രദീപ് കുമാർ പ്രതികരിച്ചു. തൊഴിലാളി സംഘടനകളുടെ അമരക്കാരന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള പണം നൽകിയാണ് അവർ തൊഴിലാളി സ്നേഹവും കൂട്ടായ്മയും പ്രകടമാക്കിയത്.
കാരന്തൂർ മർക്കസിൽ കാന്തപുരത്തെ കണ്ട ശേഷം സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്, മിൽമ ഡയറി ഫാം എന്നിവിടങ്ങളിൽ എത്തിയ എ പ്രദീപ് കുമാറിന് തൊഴിലാളികൾ തങ്ങളുടെ വിയർപ്പിൽ പൊതിഞ്ഞ സ്നേഹോപഹാരം കൈമാറി. കോഴിക്കോടിന്റെ വികസനത്തിന്റെ നായകൻ നിന്ന് എതിരാളികൾ പോലും സമ്മതിക്കുന്ന ഒരു അതിവിശിഷ്ട വ്യക്തിത്വമാണ് അദ്ദേഹം ജയിക്കണം എന്നതിൻ്റെ വ്യക്തിപരമായ താല്പര്യമുണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ യൂണിയൻ്റെ താല്പര്യമുണ്ട്. കോഴിക്കോട് വികസനത്തിന് വേണ്ടി ഇദ്ദേഹത്തെ തന്നെ MP ആയിട്ട് നിങ്ങളെല്ലാം തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലും യൂണിയൻ്റെ കാര്യത്തിലും അഭ്യർത്ഥിക്കുന്നു. CWRDM, NIT, ഹാപ്പി ഫാക്ടറി എന്നിവിടങ്ങളിലും അദ്ദേഹം തൊഴിലാളികളെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. തൊഴിലാളി സ്നേഹം നൽകുന്ന ആത്മവിശ്വാസമാണ് തന്റെ കരുത്തെന്ന് എ പ്രദീപ് കുമാർ പറയുന്നു. ട്രേഡ് യൂണിയൻ രംഗത്താണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഒരു ഭാഗം എൻ്റെ പ്രവർത്തനത്തിൻ്റെ. അപ്പോൾ അവരുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങളെ കരുത്ത്. ഞങ്ങളെ കരുത്ത് എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിൻ്റെ പിന്തുണയല്ലേ, അതിൻ്റെ മുകളിലേ ഞങ്ങൾ പൊരുതി മുന്നേറുന്നത് എല്ലാ കാലത്തും. അപ്പോൾ അത് മറ്റ് ഏത് വിഭാഗത്തിൽ നിന്ന് കിട്ടുന്ന പിന്തുണയേക്കാളും ഭയങ്കരമായ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതാണ് തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന പിന്തുണ. അതാണ് ഇന്ന് കിട്ടിയത്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന എ പ്രദീപ് കുമാർ ഇന്ന് തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൂടെ പോരാട്ട വീര്യം ഒട്ടും ചോർന്നു പോകാതെ നിലകൊള്ളുകയാണ്. എന്തായാലും അദ്ദേഹം പോരാട്ടത്തിന്റെ വീഥികളിൽ വീണ്ടും പുതിയൊരു MP ആയി മാറാനുള്ള ഒരുക്കത്തിലാണ്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ഫിറോഷ് കൂട്ടാളിയുടെക്കൊപ്പം PV ജോഷില. വായ്പാ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട നീരവ് മോദിക്ക് അറസ്റ്റ് വാറന്റ്. ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ കോടതിയുടേതാണ് അറസ്റ്റ് വാറന്റ്. അടുത്ത ഏത് ദിവസവും നീരവ് മോദിയെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയിലെ എൻഫോഴ്സ്മെന്റിന്റെ ആവശ്യപ്രകാരമാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നീരവ് മോദിയെ അറസ്റ്റ് ചെയ്ത് ഇന്ത്യക്ക് കൈമാറണമെന്നായിരുന്നു എൻഫോഴ്സ്മെന്റിന്റെ ആവശ്യം.